ജൈനമ്മ തിരോധാന കേസിൽ നിർണായക കണ്ടെത്തൽ. പ്രതി സെബാസ്റ്റ്യന്റെ കാറിൽ നിന്ന് കത്തി, ചുറ്റിക, ഡീസൽ കന്നാസ്, പേഴ്സ് എന്നിവ കണ്ടെത്തി. ക്രൈംബ്രാഞ്ച് സംഘം ഇന്നലെ രാത്രി നടത്തിയ പരിശോധനയിലാണ് കേസിൽ നിർണായകമാകുന്ന തെളിവുകൾ ലഭിച്ചത്. ഷിനോജ് എസ് ടി ചേർന്നു കൂടുതൽ വിവരങ്ങളുമായി. ഷിനോജ്, ഈ കേസുമായി ബന്ധപ്പെട്ട് സഹകരിക്കാതെ കേസിനെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടലാണ് സെബാസ്റ്റ്യന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോഴും കൃത്യമായ തെളിവുകൾ ശേഖരിക്കാനുള്ള അന്വേഷണ രീതിയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇപ്പോൾ നിർണായകമായ തെളിവുകൾ, സെബാസ്റ്റ്യന്റെ കാറിൽ നിന്ന് ആയുധങ്ങൾ ലഭിച്ചിരിക്കുന്നു. വിശദാംശങ്ങൾ. സന്ധ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അന്വേഷണത്തിൽ വളരെ നിർണായകമാകുന്ന തെളിവുകളാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രി ഏറ്റുമാനൂർ വ്യക്തിമുകളിലുള്ള സെബാസ്റ്റ്യന്റെ ഭാര്യ വീട്, അവിടെ ക്രൈംബ്രാഞ്ച് സംഘം രാത്രി 11 മണിക്ക് നടത്തിയ മിന്നൽ പരിശോധന, ആ പരിശോധനയിലാണ് ഇത്തരത്തിൽ നിർണായകമായ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞത്. പ്രധാനമായും ഈ കാറിൽ നിന്ന്, അതായത് സെബാസ്റ്റ്യന്റെ കാറിൽ നിന്ന് ഒരു കത്തി കണ്ടെത്തി, ചുറ്റിക കണ്ടെത്തി, ഡീസൽ കന്നാസ് 20 ലിറ്ററിന്റെ കന്നാസാണ്, ഒപ്പം ഒരു പേഴ്സ് എന്നിവയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ കന്നാസ് എന്ന് പറയുന്നത് ഡീസൽ വാങ്ങിയതാണ് എന്ന് ഇതിനോടകം തന്നെ സെബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ച് സംഘത്തോട് മൊഴിയും നൽകിയിട്ടുണ്ട്, സമ്മതിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങളൊക്കെ തന്നെ. ഒപ്പം മറ്റു ചില തെളിവുകളൊക്കെ വച്ചുകൊണ്ട് അത്തരത്തിൽ 20 ലിറ്ററിന്റെ ആ കന്നാസിൽ ഡീസൽ വാങ്ങിയതാണെന്ന് സ്ഥിരീകരണവും ക്രൈംബ്രാഞ്ച് സംഘം ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. എന്തായാലും നേരത്തെ തന്നെ ഈ കത്തിക്കരിഞ്ഞ നിലയിലാണ് ഈ അസ്ഥിഭാഗങ്ങൾ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് ആദ്യഘട്ടത്തിൽ കണ്ടെടുക്കുന്നത്. ആ സമയത്ത് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ കൊന്നതിന് ശേഷം, കൊലപാതകം നടത്തിയതിനു ശേഷം ഈ പ്രതിയായിട്ടുള്ള സെബാസ്റ്റ്യൻ ഈ മൃതദേഹം കത്തിച്ചതാകാം എന്നൊരു സംശയം ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു ചിത്രം, ഈ കൊലപാതകം എങ്ങനെ നടത്തി എന്നതിന്റെ വ്യക്തമായ ചിത്രം ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ മുന്നിലേക്ക് എത്തുന്നത്. നടത്തിയ പരിശോധനയിൽ ഈ കത്തിക്കരിഞ്ഞ ലേഡീസ് ബാഗ്, കൊന്തയൊക്കെ ലഭിച്ചിരുന്നു. ഇപ്പോൾ കാറിൽ നിന്നൊരു പേഴ്സ് ലഭിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഈ പേഴ്സ് ആരുടേതാണ്? അത്തരത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? പേഴ്സ് ആരുടേതാണെന്നൊരു സ്ഥിരീകരണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം എത്തിയിട്ടില്ല. ഒരു ആണുങ്ങൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള പേഴ്സാണ് എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത്. എന്തായാലും ഈ അന്വേഷണത്തിൽ വളരെ നിർണായകമാകുന്ന പല കാര്യങ്ങളും ഇന്നലെ ഈ നടത്തിയ മിന്നൽ പരിശോധനയിൽ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് ഈ കത്തി, ചുറ്റിക, എന്തായാലും ഈ കത്തിയും ചുറ്റികയും ഉൾപ്പെടെയുള്ളവ ഇനി എന്തായാലും ശാസ്ത്രീയമായ പരിശോധനയ്ക്ക്, ഫോറൻസിക് പരിശോധനയ്ക്ക് ഇന്ന് തന്നെ ക്രൈംബ്രാഞ്ച് സംഘം അയക്കും. അത് വളരെ നിർണായകമാകും. പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ കൊലപാതകം നടത്തിയതിനു ശേഷം കൊലപാതകം നടത്തുന്നതിന് വേണ്ടി ഈ പ്രതി ഉപയോഗിച്ച വസ്തുക്കളാണോ ഈ കത്തിയും അതുപോലെ ചുറ്റിക എന്നത് ഉൾപ്പെടെയുള്ളവ അറിയേണ്ടതായിട്ടുണ്ട്. ഒപ്പം ഇന്നലെ തന്നെ ഈ അന്വേഷണ സംഘം 7 ദിവസത്തേക്ക് കൂടി ഈ കസ്റ്റഡി കാലാവധി നീട്ടിച്ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രതി ഇപ്പോൾ വീണ്ടും 7 ദിവസത്തേക്ക് കൂടി ഈ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. പ്രത്യേകിച്ച് ശാസ്ത്രീയമായ തെളിവുകളാണ് ഇതിൽ ഏറ്റവും നിർണായകമെന്ന് പറയുന്നത്. കാരണം പല കാര്യങ്ങളിലും ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെ ഈ അന്വേഷണത്തിന്റെ ആദ്യഘട്ടം മുതൽ പ്രതി സഹകരിക്കുന്നില്ല. അത് വീണ്ടും ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്തുക, CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തുക. പ്രത്യേകിച്ച് ഈ 20 ലിറ്ററിന്റെ കന്നാസിൽ ഡീസൽ വാങ്ങിയെന്ന് പറയുന്നുണ്ട്, അത് ഏത് പമ്പിൽ നിന്നാണ് വാങ്ങിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കൂടുതൽ വ്യക്തത വരണം. അതുകൊണ്ട് തന്നെ കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ സമാഹരിക്കാനാണ് ഇപ്പോൾ അന്വേഷണം.